നമുക്കൂടെ ഒന്ന് പോയി നോക്കാം. വാ നടക്കി. വൈ മാറി കൊടുക്കണ, വൈ മാറി. എന്താ കുഞ്ഞാലി? അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കുഞ്ഞാലി? അത് പറഞ്ഞ തമ്പ്രാക്കളെ കൊന്നാലും വേണ്ടിയില്ല. ആ മേനെയും കുട്ടീനെ ഇറക്കി വിട്ടപ്പം എനിക്ക് സഹിച്ചില്ല. ഇനി കാര്യം എന്താന്ന് വെച്ചാ പറ. അതെ തമ്പ്രാനെ, അവരെന്റെ ചായപ്പീടിയലുണ്ട്. എനിക്ക് അവരെ വിടാൻ തോന്നിയില്ല. കുഞ്ഞാലി, നീ ആടാ തറവാട്ടി പറഞ്ഞവൻ ചന്തപ്പ. മോളെ, ആ നേരത്ത് ഓരോന്ന് കേട്ടപ്പോ പെട്ടെന്നൊരു ക്ഷോഭത്തില് എന്തൊക്കെയോ പറഞ്ഞുപോയി. അതൊക്കെ നീ മറക്കണം. നിന്നെ ആലഞ്ചേരിയിലേക്ക് തിരിച്ചു വിളിക്കാനാണ് ഞങ്ങൾ വന്നത്. പറ്റില്ല എന്ന് പറയരുത്. മേനും വരണം. ഞങ്ങൾ വന്നിട്ട് എന്തിനാ? ഏതായാലും അയാള് വന്ന് എന്റെ കുട്ടിയെ കൊണ്ടുപോകും. അത് ഉറപ്പാ. ഇല്ല, ആരും കൊണ്ടുപോവില്ല. അതെ, പറയുന്നത് ഞങ്ങളാണ്. ഇനി ഒരുത്തനും നിനക്ക് വേണ്ടി ഈ കരയിൽ കാലുകുത്തില്ല. വേണമെങ്കിൽ നിന്നെ അയാൾക്ക് വിട്ടുകൊടുക്കാമായിരുന്നു. കൊടുക്കാതിരുന്നതിന് കാരണം എന്താണെന്നറിയോ? കുറച്ചു കാലമെങ്കിൽ കുറച്ചു കാലം അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ കണ്ടുപോയില്ലേ? മോള് കരയണ്ട. മോള് വാ. എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അച്ഛനുണ്ടാക്കിയ ബിസിനസിൻ്റെയും മറ്റു സ്വത്തുക്കളുടെ നടുവിൽ ഒറ്റപ്പെട്ടുപോയ അമ്മയ്ക്ക് ഒരു തുണ ആവശ്യമായി വന്നു. അങ്ങനെയാണ് കേശുവർമ്മ എൻ്റെ അമ്മയെ 2ാമത് വിവാഹം കഴിച്ചത്. ചെറുപ്പം മുതൽ എനിക്ക് അയാളുടെ വെറുപ്പായിരുന്നു. അച്ഛൻ എൻ്റെ പേരിൽ എഴുതി വെച്ച സ്വത്തിലായിരുന്നു. അയാളുടെ കണ്ണെന്നറിഞ്ഞപ്പോൾ എൻ്റെ എതിർപ്പിന് ശക്തി കൂടി. ഇല്ലാത്ത ഭ്രാന്തിൻ്റെ പേരിൽ അയാൾ എന്നെ മെൻ്റൽ ഹോസ്പിറ്റലാക്കി. ഭ്രാന്തില്ലാതിരുന്ന എന്നെ എല്ലാവരും ഭ്രാന്തിയെന്ന് വിളിച്ചപ്പോൾ സ്നേഹത്തോടെ എന്നെ തഴുകി ഉറക്കാൻ ഒരാൾ വന്നു. ആലഞ്ചേരിയിലെ കെട്ടിലമ്മ. ഷോക്ക് ട്രീറ്റ്മെൻറ്റുകളും പീഡനങ്ങളും പേടിപ്പെടുത്തുന്ന ഭ്രാന്തൻ സ്വപ്നങ്ങളുമായി മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ ചുവരുകൾക്കുള്ളിൽ കുടുങ്ങിപ്പോയി എനിക്ക് കെട്ടിലമ്മ ഒരുപാട് കഥകൾ പറഞ്ഞു തന്നു. ആലഞ്ചേരിക്കാരെ പറ്റി, ഒരു ഗ്രാമത്തെപ്പറ്റി മുഴുവൻ. അതിലൊന്നായിരുന്നു കാർത്തൂൻ്റെ കഥയും. ഇടയ്ക്കിടയ്ക്ക് കെട്ടിലമ്മ ആ കഥകൾ പറഞ്ഞു തരുമ്പോൾ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഞാൻ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു രക്ഷാകേന്ദ്രം കണ്ടെത്തുകയായിരുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തമ്പുരാനെ ഞാൻ അച്ഛനായി കണ്ടു. ആലഞ്ചേരിയിലെ ഇളമുറക്കാർ എൻ്റെ കളിക്കൂട്ടുകാരായി. ഈ ഗ്രാമത്തിലെ ഓരോ മനുഷ്യരും എനിക്ക് പ്രിയപ്പെട്ടവരായി. പേടികൊണ്ട് കെട്ടിലമ്മയെ കാണാൻ വരാതിരുന്ന തമ്പുരാക്കന്മാരുടെ പഴയ കഥയിലെ കാർത്തൂൻ്റെ മകളായി അങ്ങനെ ഞാൻ സ്വയം മാറാൻ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും എനിക്ക് അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി. അപ്പോഴാണ്
എനിക്ക് ഈ മുത്തശ്ശനെ കൂട്ടുകിട്ടുന്നത്? അത് വേറൊരു കടങ്കഥ. ഒരുപാട് സ്വത്തിന് നടുവില ഞാൻ ജീവിച്ചത്. ബന്ധുക്കളും സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരും ഉണ്ടായപ്പോ ഞാനങ്ങ് മതിമറന്നുപോയി. പിന്നെ അറിഞ്ഞത് അവർക്കൊക്കെ വേണ്ടത് എന്നെ അല്ലായിരുന്നുവെന്ന്. എല്ലാത്തിനോടും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോ അവരെല്ലാം കൂടി പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്ന്. അല്ലെന്ന് പറഞ്ഞിട്ട് ആര് വിശ്വസിക്കാൻ? ഭ്രാന്താശുപത്രി കിടന്ന് ചാകട്ടെ എന്ന് കരുതി. അപ്പോഴാ ഈ കൊച്ചിന്റെ കഥ ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഇവക്ക് വേണ്ടി ഞാൻ ക്യാപ്റ്റൻ മുകുന്ദമേനോനായി. ഇതൊന്നും ചെയ്തത് മനഃപൂർവ്വമായിരുന്നില്ല, ചെയ്യേണ്ടി വന്നു. ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അയ്യോ, മാപ്പ് ചോദിക്കാൻ മാത്രം വലിയ തെറ്റൊന്നും അവള് ചെയ്തില്ലല്ലോ മേന്നെ. നിങ്ങളോട് ചെയ്തതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. ആലഞ്ചേരിയില് ആറ്റുനൂറ്റെന്നൊരു പെൺതരി വന്നിട്ട് അവള് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോ ഞങ്ങളുടെ മനസ്സ് പതറിപ്പോയി. മോളെ, ഇനിയെങ്കിലും നീ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. അത് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹ. പിന്നെ ആ വർമ്മയുടെ കാര്യം അയാൾ വരട്ടെ, ബാക്കിയൊക്കെ ഞങ്ങൾ ആലഞ്ചേരിക്കാർ തീരുമാനിക്കും. പറച്ചോനെ അവര് വരുന്നുണ്ട്. അതാ ഞാനിന്ന് വരുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും ഗംഭീരമായ സ്വീകരണമാണ് തമ്പുരാക്കന്മാർ തരാൻ പോകുന്നെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇനി ഒരടി മുമ്പോട്ട് വെക്കരുത്. ഇല്ല, എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണമെന്നല്ലേ. ആദ്യം ഞാൻ അങ്ങോട്ട് വന്നു, ഇനി നിങ്ങൾക്ക് അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരാം. അവളെവിടെ? ആലഞ്ചേരിയിൽ അഭയം ചോദിച്ചു വന്ന ആരെയും ഇറക്കി വിട്ട പാരമ്പര്യം തമ്പ്രാക്കന്മാർക്കില്ല. അതിനെ ആരെങ്കിലും എതിർക്കാൻ വന്നാൽ അവർക്ക് വേണ്ടി ഇവിടെ ചോരയൊഴുകും. അതിന്റെ ഒന്നും ആവശ്യം വരില്ല. നമുക്കിത് നിയമപരമായിട്ട് തന്നെ അങ്ങോട്ട് അവസാനിപ്പിക്കാം. എന്താ? ആ, ഇത് ഡോക്ടർ വേണുഗോപാൽ. ഇത് അവൾ മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നതിനുള്ള തെളിവുകൾ. പിന്നെ ഇവരൊക്കെ നിങ്ങൾക്ക് തിരിച്ചും ഒരു സ്വീകരണം തരേണ്ടി വന്നാലോ എന്നോർത്ത് കരുതിയതാ. വർമ്മയ്ക്ക് ഞങ്ങളെ ശരിക്കും മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. അതെ, അവസാനത്തെ വാക്ക് തമ്പുരാക്കന്മാർ പറയുന്നു. തനിക്കെന്നല്ല ഒരു ശക്തിക്കും അവളെ ഞങ്ങൾ വിട്ടുതരില്ല. ഓക്കെ ഓക്കെ, നിയമവും സമാധാനപരമായ നീക്കങ്ങളൊക്കെ പൊളിയുമ്പോ പിന്നെ എനിക്കൊരൊറ്റ മാർഗമേ മുന്നിലുള്ളൂ. അതെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കണം. ആടിച്ച് നിരപ്പാകണം തമ്പ്രാക്കന്മാരെ. ചെല്ല് കുഞ്ഞാപ്പളെ, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് മതി. എന്നാ എനിക്കും കുറച്ച് സ്ട്രോങ് ആക്കണം. കുടിച്ചാല് അടിക്കല് ധൈര്യം കിട്ടും. ധൈര്യം കിട്ടും. കുറച്ചുകൂടി കുടിച്ചാലോ, കുറച്ചുകൂടി ഇപ്പഴെങ്ങനെ?
കുടിച്ചില്ല. അയ്യോ അവന്മാരാ സാറേ, വിടരുത്, എല്ലാത്തിനും തൂത്തുവാരി. സാർ, ഇവരെ അറസ്റ്റ് ചെയ്യണം സാർ. ഇവൻ എന്റെ മോളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സാർ. ഞങ്ങൾ ആരെയും തടഞ്ഞു വെച്ചിട്ടില്ല. തന്നെയുമല്ല, സത്യം മുഴുവൻ അറിയുമ്പോ സാറിന് മനസ്സിലാവും ആരാണ് കുറ്റവാളിയെന്ന്. ഓ, എന്ത് സത്യമാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? അവളുടെ സ്വത്തിന് വേണ്ടി രണ്ടാനച്ഛനായ നിങ്ങൾ അവളെ ഭ്രാന്തിയായി മുദ്രകുത്തി ഭ്രാന്താശുപത്രിയിലാക്കിയ കഥ, അവളെ പീഡിപ്പിച്ച കഥ. ഇവന്മാര് പറയുന്ന കള്ളക്കഥകളൊന്നും കേട്ട് സാറ് വിശ്വസിക്കരുത്. ആ പെണ്ണിനെ പിടിച്ചു വെച്ചതിന് തമ്പ്രാക്കന്മാർക്ക് എന്ത് ന്യായ പറയാനുള്ളത്? എന്ത് ന്യായമാ പറയാനുള്ളതെന്ന് കേൾക്കണോ ചേക്കുട്ടിക്ക്? കേൾക്കണം. ഇവളെ തടഞ്ഞു വെക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളത്? അവകാശം ഉണ്ടടോ. ജന്മം കൊണ്ടല്ലെങ്കിലും സ്നേഹം കൊടുത്തതിന്റെ പേരിൽ എന്റെ മകളായി കണ്ടതിന്റെ അവകാശം, ഇയാളുടെ മകന്റെ ഭാര്യയായതിന്റെ അവകാശം. ഇപ്പൊ വിശ്വാസമായോ എല്ലാവർക്കും? എടി നിന്നെ ഞാൻ സാർ, ഇവർ പറഞ്ഞ എല്ലാം കള്ളമാണ്. ഇവളെ എനിക്ക് വിട്ടുതരണം. എന്നിട്ട് എന്തിനാ കൊണ്ടുപോയി കൊല്ലാനോ, അത് മുഴുവൻ ഭ്രാന്തിയാക്കാനോ? സർ, ദയവേദന ഇയാളോട് പായിക്കരുത് പ്ലീസ്. ഇനി ഇവളെ ഇവിടുന്ന് ആർക്കെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്റെ സമ്മതം കൂടി വേണം. സാറിന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ സത്യം എന്താണെന്ന്. സാറേ, ഇനിയും ഇയാളെ നിയമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ജീവിക്കല്ലോ സാർ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. താനൊന്നും പറയണ്ട, ജീവിക്കല്ലോ. സാറേ, ഇവരൊറ്റയ്ക്കല്ല. എല്ലാത്തിനും പിടിച്ചു കൊടുക്കണം. എന്താണ് നോക്കിയിട്ട് താനും കേരളോ? അളിയെന്ന് എന്നെ രക്ഷിക്കണം. സന്തോഷമായിട്ടില്ല. ആലഞ്ചേരിൽ ഇത്രയും കാലമായിട്ട് ഇങ്ങനൊരു വിവാഹം നടന്നിട്ടില്ല, നടത്തേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക്. നാളെ ആലഞ്ചേരിലെ മുറ്റത്ത് ഒരു പന്തൽ വരും. അവിടെ നിറവറയും നിലവിളക്കും വെച്ച് വായ്ക്കുര വീട്ട് ഇവളെ സ്വീകരിക്കുവാൻ എല്ലാവരും ഒരുങ്ങി വരിക. തിരിവിളക്കോടെ മണിപ്പൂക്കുലപ്പറയോടെ നിന്നെ ഇന്നെതിരേൽക്കാൻ പുതു പുണ്യമായി വരവേൽക്കാൻ ഈ സ്നേഹത്തീരങ്ങളിൽ നീ വരൂ